ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ കുറിച്ചും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ കുറിച്ചും പഠിച്ചാലോ? മത്സര പരീക്ഷകളിലടക്കം ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും. ഈ രണ്ട് മൂവ്മെന്റുകളുടെയും പ്രത്യേകതയും ഇവ തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ ഇന്ന് മനസ്സിലാക്കും. ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് ഏവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി നമുക്ക് നിസ്സഹകരണ പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ അതിന്റെ മീനിങ്. നോൺ കോപ്പറേഷൻ, സഹകരിക്കുന്നില്ല, നിസ്സഹകരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബ്രിട്ടീഷുകാരോട്ട് സഹകരിക്കുന്നില്ല. അതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഗാന്ധിജി മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം എന്തുകൊണ്ട് നിലനിൽക്കുന്നു? ഇത്രയും കാലമായി 1757 മുതലാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് തുടങ്ങുന്നത്. 1757 പ്ലാസി യുദ്ധം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുമുതൽ ഇങ്ങോട്ട് ഇത്രയും കൊല്ലമായിട്ടും എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിലനിൽക്കുന്നത്? തീർച്ചയായും ഇന്ത്യക്കാർ സഹകരിച്ചിട്ടാണ്. ആ ഇന്ത്യക്കാർ സഹകരിക്കാതിരുന്നാൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിലനിൽക്കുമോ? ഇല്ല, ഒരിക്കലും നിലനിൽക്കില്ല. നമ്മുടെ സഹകരണമില്ലെങ്കിൽ അവർ നമ്മുടെ രാജ്യം വിട്ടു പൊയ്ക്കോളും. അതിനവർ നിർബന്ധിതരാവും. ഈ ഐഡിയ ആയിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റായി വന്നത്. രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അരങ്ങേറിയത്. ഒന്ന്, ബ്രിട്ടീഷ് ഭരണത്തോട് സഹകരിക്കാതിരിക്കുക, നിസ്സഹകരിക്കുക, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തെ ബഹിഷ്കരിക്കുക. ഉദാഹരണത്തിന്, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ല എന്ന് വയ്ക്കുക. പിന്നെ അവരുടെ കോടതികളിൽ നമ്മൾ പോകുന്നില്ല എന്ന് വയ്ക്കുക. വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നില്ല എന്ന് വയ്ക്കുക. ഇത്തരത്തിലാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ മുന്നേറിയത്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമതായി വേറൊരു തലം കൂടി ഇതിനുണ്ട്. അതായത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. വെറുതെ നിസ്സഹരിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, കൺസ്ട്രക്റ്റീവായിട്ടും കൂടി ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ ഈ പറയുന്ന വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു, അത് ബഹിഷ്കരണം. ഇനി അവിടെ എങ്ങനെയാ കൺസ്ട്രക്റ്റീവായിട്ട് കൊണ്ടുവരാൻ സാധിക്കുക? നമ്മൾ ഇന്ത്യൻ തുണിത്തരങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നു. ഇന്ത്യയിൽ ചർക്കയൊക്കെ ഉപയോഗിച്ച് ഖാദി തുണികൾ കൂടുതലായി ഉണ്ടാക്കുന്നു. അതാണ് അവിടുത്തെ കൺസ്ട്രക്റ്റീവ് പാർട്ട്. അപ്പോൾ ഈ നിസ്സഹകരണ സമരത്തിന്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് ഈ ബഹിഷ്കരണത്തിന്റെ ഒരു തലവും കൺസ്ട്രക്ഷന്റെ, നിർമ്മാണത്തിന്റെ വേറൊരു തലവും ഉണ്ട് എന്നുള്ളതാണ്. ബഹിഷ്കരണത്തിന്റെ തലത്തിൽ വരുന്നത് എന്തൊക്കെയാ? നമ്മൾ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു. ബ്രിട്ടീഷുകാർ നമുക്ക് തന്ന ടൈറ്റിലുകൾ ഒക്കെയും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. പദവികളൊക്കെ, ചില സർ പദവി പോലുള്ള ചില പദവികളൊക്കെ ചില ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാർ സോപ്പിടാൻ വേണ്ടി തരും. ഈ സോപ്പിടാൻ വേണ്ടി തരുന്ന പദവികളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? വേണ്ടാന്ന് പറഞ്ഞു. ഇനി അവരുടെ നികുതികൾ ഒന്നും നമ്മൾ അടച്ചില്ല. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോയില്ല. അവരുടെ ജോലികളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷന്റെ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തലത്തിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മൾ ഒരുപാട് ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ചർക്ക മുതലായവ ഉപയോഗിച്ച് നമ്മൾ ഇന്ത്യൻ തുണിത്തരങ്ങളൊക്കെ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങി. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1922 ഫെബ്രുവരിയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാവുന്നത്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് രോഷാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഏകദേശം 10-22 പോലീസുകാർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഈ സംഭവം ഗാന്ധിജിയിൽ വളരെയധികം നടുക്കം ഉളവാക്കി. കാരണം അദ്ദേഹം എന്നും തൻ്റെ അനുയായികളോട് അഹിംസാ മാർഗം പിന്തുടരുവാനാണ് പറയുന്നത്. അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടാം, സ്വരാജ് നേടാം എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം തൻ്റെ അനുയായികൾ അക്രമത്തിലോട്ട് കടക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെയധികം വിഷമിച്ചു. ആ വിഷമത്തെ തുടർന്ന് സത്യാഗ്രഹികൾക്ക് ഇനിയും പരിശീലനമൊക്കെ ആവശ്യമാണ്, അവർക്ക് സെൽഫ് കൺട്രോൾ ഒന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കുകയും ചെയ്തു. 1929 ലാഹോറിൽ വെച്ച് കോൺഗ്രസിന്റെ ആനുവൽ സെഷൻ നടക്കുന്നു. ഈ സെഷനിൽ വച്ചാണ് പൂർണ്ണ സ്വരാജാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. മാത്രവുമല്ല, ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി
1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഈ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നീട് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന ഡേറ്റ് ജനുവരി 26 ഫിക്സ് ചെയ്തത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ ജനുവരി 26 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിന ആഘോഷം അത്രത്തോളം അങ്ങ് കളർഫുൾ ആയില്ല. ജനങ്ങൾ ഇതിനെ അങ്ങോട്ട് സ്വീകരിച്ചില്ല. ഇത് ഗാന്ധിജി മനസ്സിലാക്കി. ഗാന്ധിജി വേറൊരു കാര്യം കൂടി ചിന്തിച്ചു. ജനങ്ങളുടെ ഏതെങ്കിലും ഒരു വലിയ പ്രശ്നത്തിൽ ഊന്നി നിന്ന് വേണം നമ്മൾ ഇനി സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതും കൂടി ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ ഗാന്ധിജി അന്വേഷിച്ചു, എന്താ ജനങ്ങളുടെ ഇത്ര വലിയ പ്രശ്നം? ആ അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി, ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അനേകം കാടൻ നിയമങ്ങളാണ്, ലോസ് ആണ്. അതിലൊരു നിയമം എന്ന് പറയുന്നത് ഉപ്പ് നിയമമാണ്. ഉപ്പ് നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കടലിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ഉപ്പ് നിർമ്മിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഉപ്പിൻ്റെ മേൽ അമിതമായ നികുതിയും കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ ലംഘിക്കുക ഒരു സമര രീതിയാക്കി മാറ്റുവാൻ ഗാന്ധിജി തീരുമാനിച്ചു. അതാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഇത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്തു? അവരോട് സഹകരിക്കാതിരുന്നത് മാത്രമേ ഉള്ളൂ. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ നിയമങ്ങൾ ലംഘിക്കുക കൂടി ചെയ്യുന്നു. അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അക്കാലത്ത് വൈസ്രോയി ആയിരുന്നത് ലോർഡ് ഇർവിൻ ആയിരുന്നു. ഗാന്ധിജി ഇർവിന് ഒരു കത്തയക്കുന്നു. 1930 ജനുവരി 31 ഈ കത്തയച്ചത്. ഇതിനകത്ത് 11 നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിലൊരെണ്ണം സോൾട്ട് നിയമം എടുത്തു കളയണമെന്നും ഉപ്പിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്ന അമിതമായ നികുതി ഒഴിവാക്കണം എന്നുള്ളതുമൊക്കെ ആയിരുന്നു. ഈ നിർദ്ദേശങ്ങളൊക്കെയും പരിഗണിക്കണം എന്ന് ഗാന്ധിജി ഇർവിനോട് ആവശ്യപ്പെടുന്നു. പരിഗണിച്ചില്ലെങ്കിൽ താനൊരു സമരത്തിലേക്ക് പോകും എന്നും ഗാന്ധിജി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഇർവിൻ ഈ നിർദ്ദേശങ്ങളെ പാടെ അവഗണിച്ചു. അതിൻ്റെ ഫലമായി 1930 മാർച്ച് മാസം 12 ഗാന്ധിജി ഒരു ബഹുജന സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. ആ സമരത്തിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. 1930 മാർച്ച് 12 ദണ്ഡി മാർച്ചോടുകൂടി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിക്കുന്നു. ദണ്ഡി മാർച്ചിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഇന്ന് പഠിച്ച ഇത്രയും വസ്തുതകൾ ഏവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.